ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. മാക്രോണി ആൻഡ് പോർക്ക് ചോറിസോ. ഓക്കെ, എന്നാൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് പോർക്ക് ചോറിസോ. അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിനകത്ത് ഇവിടുത്തെ സ്പൈസസ് ഒക്കെ അവർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 പൗണ്ടാണ്. അതുപോലെ ഞാൻ മാക്രോണി 1 പൗണ്ടിൻ്റെ ഒരു പാക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ പോർക്ക് ചോറിസോയ്ക്കകത്ത് അവർ സോൾട്ട് ഉണ്ട്, പാപ്രിക്ക ഉണ്ട്, പിന്നെ ചില്ലി ഉണ്ട്, പെപ്പറുണ്ട്, അതെല്ലാം മിക്സ് ചെയ്ത. പക്ഷേ ഞാൻ നമ്മുടെ സ്പൈസസ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മാക്രോണി എടുത്ത് നന്നായിട്ട് കഴുകി, എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ട് പൊക്കോട്ടെ എന്ന് ഓർത്ത് കഴുകിയത്. പക്ഷേ ഇവിടെ അങ്ങനെ പൊടിയൊന്നും കാണാറില്ല. നല്ല പാക്കറ്റാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. എന്നിട്ട് ഞാനത് നല്ല വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം അൺസോൾട്ടഡ് ബട്ടർ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ ഇതാണ് നമ്മുടെ പോർക്ക് ചോറിസോ. അപ്പോൾ അതിനകത്ത് ഇതുണ്ടോ, എന്തൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിതിനെ അറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്, അതായത് എന്തുമാത്രം അളവിൽ ഉപ്പും അതൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില അധികം ഒന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് എടുത്ത് അരിഞ്ഞു. അതുപോലെ ഒരു സവാളയുടെ ഹാഫ് ഞാൻ ചെറുതായിട്ട് എരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ ഇന്ത്യൻ എന്ത് ഭക്ഷണം ചെയ്താലും ഇതൊക്കെ വേണമല്ലോ. നമ്മുടെ ടേസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അടുപ്പത്ത് നമ്മുടെ ചട്ടി വെച്ച് കടുക് പൊട്ടി വരുന്നപ്പോഴത്തേക്കിന് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സവാള, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളകൊന്നും ഞാൻ അധികം എടുത്തില്ല. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതേ ഉള്ളൂ. അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി, നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ വഴറ്റി ഒരു മൂത്ത് വരുന്ന വരെ പിന്നെ അത് ഇളക്കി കണ്ടോ. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ വഴണ്ട് വരുവാണ്. അപ്പോഴത്തേന് നമ്മുടെ മാക്രോണി ആണ്ട് അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും സെപ്പറേറ്റ് തിളപ്പിക്കുമ്പോൾ ഉപ്പിടും, കാരണം അന്നല്ലേ എല്ലാത്തിലും രുചി പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ സ്പൈസസിന് വേണ്ടി ഞാൻ 2 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലി എടുത്തു, ഗരം മസാല 1 സ്പൂൺ എടുത്തു, പിന്നെ 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ നമ്മുടെ പിന്നെ കുരുമുളക് പൊടി എടുത്തു. എന്നിട്ട് അത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴമ്പ് പോലെ ആക്കിയിട്ട് നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നിട്ടില്ലേ അതിനകത്തോട്ടിട്ട് ഇളക്കി, കാരണം അതിൻ്റെ പച്ച മണം ഒന്ന് മാറണം. എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ, കാരണം അതെല്ലാത്തിലും ഒരു ഉപ്പ് പിടിച്ചാലേ ഒരു രുചി വരത്തുള്ളൂ. അതെൻ്റെ ഒരു ചെറിയ പൊടിക്കയ്യാണ്. എന്നിട്ട് വേണ്ട വെള്ളം, പിന്നെ അരപ്പ് വെള്ളം കൂടെ അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു. ഉപ്പിടുന്നുണ്ട്, വേണമെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയേ. അത് കണ്ടോ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോർക്ക് ചോറിസോ ഞാൻ പൊട്ടിച്ചതിനകത്തോട്ടിട്ടു. അതിങ്ങനെ പേസ്റ്റ് രൂപത്തിലാണ് അതിനകത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ ഞാനത് അതങ്ങ് കട്ടയും കുടയാൻ വേണ്ടി തവിയും കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പോർക്ക് വെന്ത് കിട്ടണം. ഇത് കുക്ക്ഡ് അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ കട്ടയൊന്ന് ഉടയാൻ വേണ്ടി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ താവിയും കൊണ്ട് പതുക്കെ അമർത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കും, കാരണം ഇത് വേകണമല്ലോ നമുക്ക്. വെന്ത് പിന്നെ ഉപ്പ് നോക്കി, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കണ്ടോ, അത് വെന്ത് വന്നു. ആ പോർക്ക് ചോറിസോ അതിനകത്ത് പോർക്കെല്ലാം വെന്ത് വന്നു. അവിടെ സ്പൈസസ് എല്ലാം കൂടെ അതിനകത്ത് മിക്സ്ഡായിട്ട് നല്ല മണം വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന മാക്രോണി എടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞപ്പം കണ്ടില്ലേ, എല്ലായിടത്തും അത് വരത്തക്ക വിധത്തിൽ ഞാൻ ഇളക്കി കൊടുത്തു. നമ്മൾ നേരത്തെ പിന്നെ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ അൺസോൾട്ടഡ് ബട്ടർ സ്റ്റിക്ക് ഇട്ടല്ലോ, അതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എല്ലായിടത്തും ഇളക്കി കൊടുത്തു. അതിൻ്റെ സ്പൈസസും ഒക്കെ ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. ആൻഡ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്.
ഇത് എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുത്തു. ഇത് തോന്നുമ്പം നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എരിവ് പോലെ തോന്നും, പക്ഷെ അത്ര എരിവൊന്നുമില്ല. കാരണം ഞാൻ പിന്നെ കാശ്മീരി ചില്ലിയാണല്ലോ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അത്ര എരിവൊന്നുമില്ല. സോ ഗുഡ്, സോ ടേസ്റ്റി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്.